ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 62. എങ്ങനെയൊക്കെ ഒരാളെ പറ്റിക്കാം. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ഇന്ന് നടക്കില്ല. എന്റെ ബീരാനക്ക ഇന്ന് തഹസിൽദാരുടെ മോളുടെ കല്യാണമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ രാവിലെ വരൂ. ശരി. ഇവനൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു തഹസിൽദാർ എന്ന് പറഞ്ഞാൽ ആരെന്ന വിചാരം? ഒരു തഹസിൽദാർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ അത്ര വരും. എടി, നമ്മുടെ നാട്ടിലെ ഒരു തഹസിൽദാർ വിചാരിച്ച് നടക്കുന്ന കാര്യത്തിന്റെ പകുതി ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ച പോലും നടക്കില്ല. തഹസിൽദാർ എന്ന് പറയുമ്പോൾ നിനക്കെന്താ ഒരു പുച്ഛം? ഞാൻ പുച്ഛിച്ചില്ലല്ലോ. തഹസിൽദാരുടെ മോളുടെ കല്യാണമാണെന്ന് മിനിഞ്ഞാന്ന് മുതലേ കേൾക്കുന്നതാ. സത്യം പറഞ്ഞ മോഹനേട്ടന്റെ കല്യാണത്തിന് പോലും ഇത്ര ആവേശം കാണിച്ചിട്ടുണ്ടാവില്ല. നിന്നെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്, പിന്നെന്തൊന്നും ആവേശം കാണിക്കാൻ? അമ്മേ, ഇന്ന് രാജപ്പ സാറിന്റെ വീട്ടിലെ കല്യാണത്തിന് വരാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ആരൊക്കെയാ? ജില്ലാ കളക്ടർ, സ്ഥല MLA, നാട്ടിലെ മേൽവിലാസമുള്ള സകല രാഷ്ട്രീയക്കാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ നാട്ടിലെ സകല വില്ലേജ് ഓഫീസർമാരും കാണും. നിന്നെ കല്യാണം കഴിക്കുമ്പോ ഞാൻ താലൂക്ക് ഓഫീസിലെ വെറും ഒരു UD ക്ലർക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കല്യാണത്തിന് ആകപ്പാടെ വന്നത് ഒരു തഹസിൽദാർ, താലൂക്ക് ഓഫീസിലെ 2 ക്ലർക്ക്, പിന്നെ പ്യൂണ്, പിന്നെ നിന്റെ ഉണക്ക കുറെ വക്കീലന്മാരും. ഇനി എനിക്കൊരു പ്രൊമോഷൻ കിട്ടി, ഞാൻ തഹസിൽദാരായി, പിന്നെ ഡെപ്യൂട്ടി കളക്ടറായി, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ജില്ലാ കളക്ടറായി ഞാനിങ്ങനെ വിലസുമ്പോഴായിരിക്കും എന്റെ മോളുടെ അല്ലെങ്കിൽ മോന്റെ അന്ന് കല്യാണത്തിന് വരാൻ പോകുന്ന ആരൊക്കെയായിരിക്കും? റവന്യൂ മന്ത്രി ഉറപ്പായിട്ടും വരും, പിന്നെ MLAമാർ, MP മാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, നാട്ടിലെ പ്രമാണിമാർ. സ്വപ്നം കാണുന്നത് നല്ലതാ, പക്ഷേ ആ സ്വപ്നം എന്നെങ്കിലും ഫലിക്കണമെങ്കിൽ നമ്മളായിട്ട് ചെയ്യേണ്ടത് നമ്മളായിട്ട് ചെയ്യണം. അതെന്ത്? കുട്ടികളുണ്ടായാലല്ലേ അവരുടെ കല്യാണം നടത്താൻ പറ്റൂ. സ്വന്തമായിട്ട് വീടുണ്ടായിട്ടേ കുട്ടികളുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള വാശി. അപ്പോ സ്വന്തമായിട്ട് വീടുണ്ടാക്കാനാണ് ആദ്യം നോക്കേണ്ടത്. നോക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒരു 1-2 മാസത്തിനുള്ളിൽ ഞാനൊരു വീട് വാങ്ങും. പിന്നെ പേടിക്കാനില്ല. ആദ്യം വീട് സ്വന്തമാക്കുന്നു, പിന്നെ കുട്ടികൾ. അത് കഴിഞ്ഞ് മോഹനകൃഷ്ണ സാറിന് പിന്നെയും പ്രൊമോഷൻ. ചിലപ്പോ ചീഫ് സെക്രട്ടറി വരെ ആയിരിക്കും. അപ്പോഴാണ് കുട്ടികളുടെ കല്യാണമെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ കാണും കല്യാണത്തിന്. ആനന്ദലത്തിക്ക് ഇനി എന്ത് വേണം? പ്രധാനമന്ത്രി വന്നാലോ? അതെ, നമ്മുടെ മൂത്ത മോന്റെ കല്യാണത്തിന് എനിക്കൊരു ചുവന്ന പട്ടുസാരി മേടിച്ചു തരണേ. മുഖ്യമന്ത്രിയൊക്കെ വരുന്ന പരിപാടിയല്ലേ, ഗമ ഒട്ടും കുറയ്ക്കണ്ട. എങ്ങനെ? അതാണ്. ഓഹോ, ഭാമേ, ഇപ്പൊ നീ കളിയാക്കലുണ്ടല്ലോ, ഇതിന് നീ അനുഭവിക്കും. എന്റെ ഓരോ പ്രൊമോഷന്റെ സമയത്തും ഞാനിതിന് നിന്നോട് കണക്ക് ചോദിച്ചിരിക്കും. ആയിക്കോട്ടെ. ഇപ്പൊ എന്നെ ശല്യപ്പെടുത്താതിരിക്കാമെങ്കിൽ ഞാൻ ജോലി തീർത്ത് ഡ്രസ് മാറിയിട്ട് വരാം. നമുക്ക് കല്യാണത്തിന് പോണ്ടേ? മണി 9 ആയുള്ളൂ. ഒരു 11 മണിക്കാണ് മുഹൂർത്തം. 10:30 മണി കഴിഞ്ഞ് ചെന്നാ മതി. അല്ലെങ്കിൽ അവിടെ ഉള്ളവർ വിചാരിക്കും ഞാൻ തഹസിൽദാരെ കാണിക്കാൻ വേണ്ടി നേരത്തെ അങ്ങ് ചെന്നാണെന്ന്. നമ്മുടെ നാട്ടിലെ സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. മേലുദ്യോഗസ്ഥന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ രാവിലെ കയറി ചെല്ലും. പിന്നെ ആ വീട്ടിലെ സകല കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. ആളുകൾക്ക് ഭക്ഷണം വിളമ്പുക, മേശ വൃത്തിയാക്കുക, പാത്രം കഴുകുക തുടങ്ങിയല്ല. എന്തിനാ? മേലുദ്യോഗസ്ഥനെ സുഖിപ്പിക്കാൻ. പക്ഷേ ഈ മോഹനകൃഷ്ണനെ അനുക്കിട്ടില്ല. ചെയ്യരുത്. അതാണല്ലോ മോഹനകൃഷ്ണൻ സാറ്. ഞാൻ ഒരു 10:30 മണിയാകുമ്പോ അവിടെ എത്തും. നേരെ ചെന്ന് രാജപ്പ സാറിനെ കണ്ട് നമസ്കാരം സാർ എന്ന് പറയും. സാറിന്റെ മോളുടെ കയ്യിൽ ഞാൻ വാങ്ങിയ പ്രസന്റേഷൻ കൊടുക്കുന്നു. പ്രസന്റേഷനോ? പ്രസന്റേഷൻ. ഏത് പ്രസന്റേഷൻ? പ്രസന്റേഷൻ വരും.
എന്റെ കൂടെ ജോലി ചെയ്യുന്ന സേതുലക്ഷ്മിയുടെ കല്യാണത്തിന് പോകുന്ന ദിവസം ഒരു പ്രസന്റേഷൻ വേണമെന്ന് പറഞ്ഞതിന് മോഹനേട്ടൻ ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ പ്രസന്റേഷൻ ആവാം, പറച്ചിലൊരു വഴിക്ക് പ്രവൃത്തി വേറൊരു വഴിക്ക്. ഇതിനെയാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല. എന്റെ മാനം പോവും. ഈ നാട്ടിലുള്ള സകലരും ഭാര്യമാരുമായിട്ട് വരുമ്പോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചെന്നാൽ ഭയങ്കര നാണക്കേടായി. എനിക്കൊരാവശ്യം വരുമ്പോ എന്റെ ഭാര്യ കൂടെ ഇല്ലെന്ന് കണ്ട നിനക്ക് എന്നോട് ഒരു വിലയില്ലെന്നല്ല അവർ കരുതൂ. മോഹനേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുന്ന പ്രശ്നമില്ല. ഭാമേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ ദ്രൗപദിയോടും ശിശുപാലനോടും സ്വയംപ്രഭയോടും ഞാൻ പറഞ്ഞുപോയി നീ കൂടെ ഉണ്ടാവുമെന്ന്. ഇനി നിന്നെ കാണാൻ വരുമ്പോ അവർ വിചാരിക്കും നീ ഞാനിവിടെ വഴക്കുണ്ടാക്കിയെന്ന്. അത് മോഹനേട്ടന് മാത്രം പ്രശ്നമല്ലേ, എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പിന്നെ ആരോട് പറയാം? ഭാമേ, നമ്മുടെ ജില്ലയിലെ മിക്കവാറും വില്ലേജ് ഓഫീസർമാരെല്ലാം കല്യാണത്തിനുണ്ടാവും. മിക്കവാറും ഒക്കെ വയസ്സന്മാരാ. ഞാനാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം. അതിന്റെ അസൂയ അവന്മാർക്കെന്നോടുണ്ട്. തഹസിൽദാർക്കാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞ ജീവന. അതുകൊണ്ട് ഇന്ന് പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എന്നോടായിരിക്കും. അതോടെ മറ്റുള്ളവന്മാരുടെ അസൂയ ആകാശത്തോളം വലുതാവും. അത് കാണാൻ നീ എന്നോടൊപ്പം ഉണ്ടാവണം. ശരി, ഞാൻ വരാം. ഒരു വ്യവസ്ഥയില്. എന്ത് വ്യവസ്ഥ? തിരിച്ചു വരുമ്പോ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരണം. ഐസ്ക്രീമോ? എന്താ ഐസ്ക്രീം കേട്ടിട്ടില്ലേ? അതിപ്പോ കല്യാണ കുട്ടി ഐസ്ക്രീം കാണുമല്ലോ. ശരി, എനിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അത്താഴത്തിന് 2 ബിരിയാണി പാഴ്സൽ വാങ്ങണം. അബ്ദുക്കയുടെ കടയില് നല്ല ഒന്നാന്തര ബിരിയാണി കിട്ടും. ഭാമേ, ഈ ബിരിയാണി നിറയെ നെയ്യാണ്. നെയ്യ് ഒരുപാട് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും. ബിരിയാണി വാങ്ങാമെങ്കിൽ ഞാൻ കല്യാണത്തിന് വരാം, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സില്ല. അല്ല, ഉച്ചയ്ക്ക് വലിയ സദ്യയാണല്ലോ. അത് വയറ് നിറച്ച് കഴിച്ചിട്ട് രാത്രി ബിരിയാണി വേണോ? അത് ആർഭാടല്ലേ? ബിരിയാണി വാങ്ങാമെങ്കിൽ ഞാൻ വരാം, ഇല്ലെങ്കിൽ മോഹനേട്ടൻ ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. ശരി, വാങ്ങാം. ഒരെണ്ണം മതിയല്ലോ. എനിക്ക് വേണ്ട. ഹലോ ഹലോ, ആ പരിപാടി നടക്കില്ല. കഴിക്കുന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്. അല്ലെങ്കിൽ രാത്രി ഞാൻ ബിരിയാണി ഉരുട്ടുരുട്ടി വിഴുങ്ങുമ്പോ മോഹനേട്ടൻ മുന്നിൽ വന്നു നിന്ന് വെള്ളമിറക്കി എനിക്ക് വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. ശരി, 2 ബിരിയാണി വാങ്ങാം. നീ പോയി റെഡിയാവോ? മോഹനേട്ടൻ റെഡിയാവുന്നില്ലേ? എനിക്ക് 1 മിനിറ്റ് മതിയല്ലോ. നീ പോയി റെഡിയാവും. ശരി. 2 ബിരിയാണി എന്നൊക്കെ പറഞ്ഞ അക്രമം തന്നെ. ഉത്തമം വന്നല്ലോ. ഉത്തമൻ എന്താ താമസിച്ചേ? എന്റെ പൊന്നു സാറേ, ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് തലേ നാളിലെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേനെ. ഇതിപ്പോ രാവിലെ അശോകൻ കട തുറക്കുന്നത് തന്നെ 10 മണിക്കാ. പിന്നെ അവന്റെ വീട്ടിൽ പോയി കാല് പിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കട തുറപ്പിച്ച് വാങ്ങിച്ചതാ. ഇതെന്താ സാധനം? ഇത് സാറ് പണ്ട് വക്കീലിന് പൊതിഞ്ഞെടുത്ത പോലെ ഒന്നുമല്ല. അന്തസ്സായി കൊണ്ടു കൊടുക്കാൻ പറ്റിയ പ്രസന്റേഷൻ. ധൈര്യമായിട്ട് സാറ് പിടിച്ചു. വെയിറ്റ് ഉണ്ടേ. എങ്ങനെയുണ്ട്? കൊള്ളാം. എത്ര രൂപയാ? 750. 750 രൂപയോ? 500 രൂപ കൂടുതലെന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ മോനേഷ് സാറേ, ഈ കല്യാണമേ താലൂക്കിന്റെ അധികാരിയായ തഹസീൽദാരുടെ മകളുടെ കല്യാണമാണ്. അതിലെങ്കിലും ഒരു 10 രൂപ കൂടുതൽ കയ്യിൽ നിന്ന് മുടക്കാൻ പഠിക്കും. ഇതിപ്പോ 250 രൂപ കൂടിയാലും കുഴപ്പമില്ല. തഹസീൽദാർ ഇത് ഓർത്തിരിക്കും. നാളൊരു ആവശ്യം വരുമ്പോ സാറിന് ഇന്നത് കൊള്ളാം. നാട്ടിലുള്ള ബാക്കി സകല ഉദ്യോഗസ്ഥന്മാരും ഇത്രയും വലിയ പെട്ടിയും പൊക്കി പിടിച്ചോണ്ടായിരിക്കും വരുന്നത്. സാറേ, ഇപ്പോഴത്തെ കാലത്ത് കൊടുക്കുന്ന പെട്ടിയുടെ വലിപ്പമാണ് കാര്യം. അവർക്ക് കൊടുക്കാം. അവർക്ക് കൈക്കൂലിക്കാരന്മാരാണല്ലോ. പണിയെടുക്കാതെ കിട്ടുന്ന കാശ് കൊണ്ട് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്റെ കയ്യിലുള്ള ഓരോ രൂപയും ഞാൻ സത്യസന്ധമായി ജോലി ചെയ്തുണ്ടാക്കിയതാണ്. എന്നാലും ആകെ 750 രൂപയുടെ കാര്യമല്ലേ സാറേ? അതങ്ങ് വിട്. 750 രൂപയല്ലല്ലോ ഉത്തമ. 2 ബിരിയാണി ഇല്ലേ? ബിരിയാണിയാ? അബ്ദുക്കയുടെ കടയിൽ ഇപ്പൊ ബിരിയാണിക്ക് എന്താ വില? അബ്ദുക്കയുടെ കടയിലെ ബിരിയാണിക്ക് 90 രൂപയാവും. 2 എണ്ണത്തിനാ? 2 എണ്ണത്തിലല്ല, 1 എണ്ണത്തിന്. ഒരു ബിരിയാണി 90 രൂപയോ? അപ്പോ 2 ബിരിയാണിക്ക് 180 രൂപ. പ്രസന്റേഷനിലെ 750 രൂപ കൂട്ടുമ്പോ 930 രൂപ. സാറതൊന്നും ബിരിയാണി വാങ്ങിച്ചോണ്ടാണ് കല്യാണത്തിന് പോകുന്നത്? അവിടെ സദ്യയില്ലേ? അതല്ല ഉത്തമ.
രാവിലെ ഭാമയായിട്ടൊന്ന് ഉടക്കി. കല്യാണത്തിന് കൂടെ വരണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ ബിരിയാണി വാങ്ങിക്കൊടുക്കണമെന്ന് അവള് വ്യവസ്ഥിച്ചിരിക്കുക. ഭാമ ഇല്ലാതെ ചെന്ന നാണക്കേടല്ലേ, ഞാൻ സമ്മതിച്ചു. വേറെന്താ വഴി? അത് കാര്യമാക്കട്ടെ, തിരിച്ചു വരുന്ന വഴി ബിരിയാണി വാങ്ങിച്ചാ മതിയല്ലോ. സാറേ, കല്യാണത്തിന് വക്കീല് സാറിന്റെ കൂടെ വരുന്നു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ബിരിയാണി വാങ്ങിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. സാറേ, കല്യാണം കഴിഞ്ഞു, വക്കീൽ അതിൽ സാറേ കല്യാണം കഴിഞ്ഞു, വക്കീൽ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ വക്കീലിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ശരിയാണ്. വരുന്നു. നല്ല ഇത് അവളറിയാം. 2 അല്ല 4 ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ അങ്ങ് പറഞ്ഞു കൊടുക്കാം. തിരിച്ചു വരുമ്പോ എനിക്ക് മനസ്സിലായി അവൾ എന്തെന്ന് കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ സാറേ, തിരിച്ചു വരുമ്പോ ബിരിയാണി ഇല്ലാന്ന് മോഹനേട്ട് സാറ് പറയും. ഇവിടെ വരുമ്പോ വക്കീല് മോഹനേട്ട് സാറിന് വെട്ടി ബിരിയാണി വെക്കും. മിക്കവാറും നാളെ വില്ലേജ് ഓഫീസിന് അവധിയായിരിക്കും.